കനകവും നവ്യയും നയനയും കൂടെ കൂടിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നവ്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നയന ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനായതെന്ന്. ചേച്ചി ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ, ഈ സമയത്ത് കുഞ്ഞുവാവയ്ക്ക് ഇതുപോലെ ജ്യൂസൊക്കെ കുടിച്ചാൽ നല്ല ഉന്മേഷം ലഭിക്കും, കുടിക്ക് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. കനകം പറയാണ് എനിക്ക് ഏറ്റവും സമാധാനമായത് ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒത്തരമോടെ ഇരിക്കുന്നത് കാണുമ്പം എന്ത് സന്തോഷമാണെന്നറിയാമോ. ചേച്ചിക്കിതാ നീ ഇപ്പം കണ്ടില്ലേ, നിൻ്റെ അമ്മയെ പോലെയാ നിൻ്റെ അനിയത്തിനോട് പെരുമാറുന്നത്. ഇത് തന്നെ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതുപോലെ തന്നെ നീ ഇവക്ക് തിരിച്ചും ചേച്ചിയുടെ സ്ഥാനത്തല്ല അമ്മയുടെ സ്ഥാനത്തോടെ നിൽക്കാനെന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോവും, അപ്പോഴും ഈ സ്നേഹം ഇതുപോലെ കാണണമെന്ന് കനക നവ്യയോടും നയനോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് വേണ്ട നയന എന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, ഇത് കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നയന അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അത് കുടിച്ചതിന് ശേഷം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജയൻ വിളിച്ചുകൊണ്ട് വരുന്നത്. നയനാന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും കനകൻ ചോദിക്കുകയാണ് ഈശ്വര ഇനി എന്തെങ്കിലും പ്രശ്നത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നും ആയിരിക്കില്ല അമ്മേ എന്ന് നവ്യ പറയുന്നുണ്ട്. പിന്നെ എന്തിനായിരിക്കും അദ്ദേഹം വന്ന് വിളിക്കുന്നത്, കുറേ നേരമായിട്ട് വിളിക്കുന്നല്ലോ, മോളെ അങ്ങോട്ട് ചെല്ലുന്നു പറയുമ്പോഴേക്കും അച്ഛാ എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. നയന എവിടെ, എല്ലാവരും എവിടെ, ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നേ എന്നും പറഞ്ഞിട്ട് കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് ഈശ്വര നയന ഇനി അവൻ വേറെ എന്തെങ്കിലും കവറും എല്ലാം അയച്ചോ, എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോഴേക്കും ചേച്ചി ഈ സമയത്ത് പാനിക്കാവരുത്, അതുകൊണ്ട് അടങ്ങിയിരിക്കുക എന്ന് പറയാണ്. എങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ചേച്ചി പേടിക്കൊന്നും വേണ്ട, അടങ്ങിയിരിക്കുക, അതും അച്ഛനല്ലേ കൊണ്ടുവരുന്നത്, അച്ഛൻ അങ്ങനെ ഒന്നും സംഭവിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന അടുത്തോട്ട് ചെന്നിട്ട് എന്താ അച്ഛാ എന്താ കാര്യം ചോദിക്കുമ്പം നിൽക്ക് എല്ലാവരും വരട്ടെ എന്നിട്ട് ഞാൻ കാര്യം പറയുന്നുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴേക്കും നയനയ്ക്കും ചെറിയൊരു പേടിയാവുന്നുണ്ട്. കനകം നവ്യോട് ചോദിക്കുകയാണ് എന്തായിരിക്കും മോളെ ഇനി എന്തെങ്കിലും അടുത്ത പ്രശ്നമായിരിക്കുമോ, നയനയെ വിളിക്കുമ്പം എന്തെങ്കിലും എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പം വിഷമിക്കാതെ അമ്മ എനിക്ക് ധൈര്യം തരേണ്ടതിന് പകരം അമ്മ ഇങ്ങനെ പേടിച്ചാലോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന എന്താ അച്ഛാന്ന് ചോദിക്കുമ്പം എല്ലാവരും വരട്ടെ വന്നിട്ട് ഞാൻ കാര്യം പറയുന്നുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജയൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ജയൻ പറയാണ് ഒരു അത്യാവശ്യ കാര്യം എനിക്ക് എല്ലാവരുമായിട്ട് പറയാനുണ്ട്, നയനെക്കുറിച്ചുള്ളൊരു കാര്യമാണെന്ന് പറയുമ്പോഴേക്കും ജലജ ഓർക്കാണ് ഈശ്വര ഇത് നമ്മൾ ഓർക്കാതെ കിട്ടിയ പണിയാണല്ലോ, എന്തായാലും നമുക്ക് നല്ലൊരു പണി തന്നെ കിട്ടണേ എന്ന് ജലജ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കനകവും നവ്യയും കൂടി പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടി ഹാളിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈശ്വര എന്തായിരിക്കുമെന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും ജയൻ പറയാണ് ഈ നയന എന്താ കാണിച്ചെന്നറിയാവോ, ഇവിടെ നമ്മളെല്ലാവരും ചതിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന അച്ഛ ഞാൻ എന്ത് ചെയ്യുന്നതായി പറയുന്നേ, വേണ്ട നീ ഒന്നും മിണ്ടണ്ട, എല്ലാവരും നീ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നയന അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ആരെയും പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ല, അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് കണക്കാക്കുന്നത്, എന്താ അച്ഛ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ് കണ്ടില്ലേ ഇപ്പം ഇവളുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കിയില്ലേ, ജയേട്ടനെ പോലും മനസ്സിലായി ഇവളുടെ സ്വഭാവം, അമ്മയും മക്കളെയും അടിച്ചിറക്കി വിടേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ജയൻ പറയാണ് നിർത്ത് ജലജ, എനിക്ക് പറയാനുള്ളതും കൂടെ പറയട്ടെ, ഞാനല്ലേ ഇപ്പം പറഞ്ഞത്, എനിക്ക് പറഞ്ഞ അവസരം തരൂ, ഇവളെന്താ കാണിച്ചെന്നറിയാമോന്ന് ചോദിച്ചിട്ട് ഇവളുടെ ഒരു പേപ്പർ എടുത്ത് ഇവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നവ്യയും കനകവും നയനയും കൂടെ കൂടിയിട്ട് ആ പേപ്പറിലേക്ക് നോക്കിയിട്ട് നയന ചോദിക്കുകയാണ് എന്താ അച്ഛ അതെന്ന് ചോദിക്കുമ്പോഴേക്കും എന്താണെന്നോ നിനക്കറിയില്ല അല്ലേ, എന്നാൽ ഞാൻ എല്ലാവരോടും പറയാമെന്ന് പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ് എന്താ അച്ഛാ എന്താ കാര്യം, നയന തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പം ഓഹോ ഭർത്താവ് ഭാര്യയ്ക്ക് സപ്പോർട്ട് പിടിച്ചിട്ട് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അച്ഛാ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുമ്പോൾ മതി നിർത്ത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇതെന്താ അച്ഛാന്ന് ചോദിക്കുമ്പോഴേക്കും ജയൻ പറയാണ് അത് വേറൊന്നുമല്ല, നയനമോക്ക് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദ അവാർഡ് കിട്ടിയിരിക്കുകയാണ്, ഈ വർഷത്തിലെ ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസൈൻസൊക്കെ കണ്ട ആർട്ടിസ്റ്റ് അവളാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു അവാർഡ് തന്നെ കൊടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ഇതാണോ ഇങ്ങനെ ഇത്ര നേരം വലിയ ഓവർ ബിൽഡപ്പ് കൊടുത്തേ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയണം എന്താ ചെയ്യായത്, നീ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞല്ലോ, ഇത്ര സന്തോഷമായ വാർത്തയാണോ നീ ഇത്രയ്ക്കും ദേഷ്യപ്പെട്ട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ജയൻ പറയാണ് എല്ലാവർക്കും ഒരു പേടിയാവട്ടെ എന്നോർത്ത് പറഞ്ഞതാ, ഇതൊക്കെയല്ലേ സർപ്രൈസ് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും പറയുന്നു ഇത് വല്ലാത്തൊരു സർപ്രൈസായി, ഞങ്ങളെല്ലാം പേടിച്ചു പോയെന്ന് പറയാണ്. കനകം പറയാണ് 5 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ ബോധം കെട്ട് താഴെ പോയതിനെ, അത്രയൊക്കെ ഒരു സർപ്രൈസായി പോയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് നയനയ്ക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട് ഇത് മാത്രമല്ല മീഡിയക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നയനയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് നയനയെ വിളിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ് അവൾക്ക് വരുന്നൊരു ലക്കുകളെ കണ്ടില്ലേടാ, ഇത് ഇപ്പോൾ അടുത്ത അവാർഡുമായിട്ട് വന്നിരിക്കുക, ഇവളിങ്ങനെ വെച്ചിട്ട് കയറി നിനി ഇതിൻ്റെ MD ആവുമെന്ന് എൻ്റെ പേടിയെന്ന് ജലജ പറയുന്നുണ്ട്.
അങ്ങനെ അവാർഡ് ആ ഒരു മീഡിയക്കാരൊക്കെ വന്നിട്ടുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു കുടുംബിനിയായിട്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ കമ്പനിയിലേക്കാണ് അതൊരു ഡിസൈൻ വരച്ചത്. അതിന് മുമ്പ് ഞാൻ ഡിസൈൻ വരയ്ക്കാറുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി എന്നും പറഞ്ഞിട്ട് മുഖം ഒരുമാതിരി വളിപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. കനകത്തിനും നവിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഈ സമയം ജലജ അബിയോട് പറയുന്നുണ്ട്, അവൾക്കൊരവസരം കിട്ടിയപ്പം അവൾ ഇന്ന് വലിച്ചു താങ്ങുന്നത് കണ്ടില്ലേ, വലിയ കോടിയ അവാർഡ് കിട്ടിയ പോലെ അവളുടെ ഒരു പറച്ചിൽ കേട്ടാൽ അവളുടെ പ്രധാനമന്ത്രിയായിരുന്ന അവളുടെ ഓർമ്മ, വെറും ഒരു ഷീൽഡ് കിട്ടിയ ഇത്രയ്ക്കൊക്കെ ബിൽഡപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോവാണ്. പോയതിന് ശേഷം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വിളിച്ചിട്ട് അനാമിക വരുന്നുണ്ട്. അനാമിക അങ്ങനെ അവൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അനി അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും മാറിപ്പോയതിന് ശേഷം ആദർശ് നയനെ നോക്കിയിട്ട് ഓർക്കാണ്, ഇവർക്ക് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഭർത്താവായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, അത്രയ്ക്ക് കഴിവുള്ളൊരു പെൺകുട്ടിയാണ് നയന, അവളുടെ കഴിവുകളെല്ലാം ഞാൻ മറച്ചു വെച്ച് അവളെ ഒരു അടുക്കളക്കാരിയാക്കി നിർത്തിയിരിക്കുകയാണ്, ഇനി അത് പാടില്ല എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ നയനയുടെ അടുത്തേക്ക് പോയിട്ട് കൺഗ്രാറ്റ്സ് നയന എന്ന് പറയുമ്പോഴേക്കും, കൊള്ളാം, നല്ല ആളാ, ഈ ലോകത്തുള്ള മറ്റെല്ലാവരും എനിക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞ ശേഷമാണ് എൻ്റെ ഭർത്താവ് പറയേണ്ടത്, ഭർത്താവല്ലേ ആദ്യം പറയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സോറി, തിരക്കിനിടയ്ക്ക് ഞാനത് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ തന്നെ അതിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പറ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പറ, ഞാൻ സാധിച്ചു തരാം, എന്തായാലും നിനക്ക് ഇത്രയും ഒരു അവാർഡ് കിട്ടിയതല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ മുത്തശ്ശിയും കനകവും നവിയും കൂടെ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടില്ലേ അവർ തമ്മിലിപ്പോൾ നല്ല ഐക്യത്തില, എത്ര നേരം അവളുടെ കയ്യിൽ അവൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ, പരിസരം മറന്ന് രണ്ടുപേരും ഭയങ്കര സംസാരത്തിലാന്ന് പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞാവേനെ തരും, അത് ഉറപ്പാണ് എന്ന് പറയുന്നു. എന്താ നിനക്ക് ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ കനകം മനസ്സിലിങ്ങനെ ഓർത്ത് നോക്കുകയാണ്, ഞാൻ എനിക്ക് സ്പെഷ്യലായിട്ടൊരു ജ്യൂസൊക്കെ ഡെയിലി ഇങ്ങനെ കൊടുത്തു വിടുന്നുണ്ട്, അത് രണ്ടുപേരും കുടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് രണ്ടുപേരും കൂടിച്ചേരുമെന്ന് അവൾ മനസ്സിൽ കരുതാണ്. മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കണ്ടോ, രണ്ടുപേരും എത്രയും പെട്ടെന്ന് കൂടിച്ചേരും, നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത നൽകുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ തന്നെ എന്നും ഒരു ഐശ്വര്യമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. കനകം അപ്പോഴേക്കും എൻ്റെ മകൾക്ക് കണ്ണുദോഷം വളരെയധികം ചുറ്റിയിരട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവളുടെ തലയെ കൂടി ഇങ്ങനെ ആ ആരതിയൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് കൊണ്ടുപോയി ഇടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നയന ആദിയേട്ടനോട് പറയുന്നുണ്ട്, കണ്ടില്ല ആദ്യമായിട്ടാണ് എല്ലാവരും നോക്കുന്നുണ്ട്, ആദ്യമായിട്ട് ആ കയ്യിൽ നിന്ന് വിടുമെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറഞ്ഞു, അയ്യോ സോറി, ഞാൻ ഓർത്തില്ല, സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് കൈ വെച്ചതിനും പോലും ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദുവൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ട് നയനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തോടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ ദിവസവും നമ്മൾ വരാനിരിക്കുന്ന സ്റ്റോറീസും അതുപോലെ തന്നെ ഡെയിലി റിവ്യൂസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ തമിഴ്, തെലുങ്ക്, ഹിന്ദിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ റെഫറേറ്റാണ് ഇടുന്നത്. മലയാളത്തിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.